അമ്മേ, നമുക്ക് ആ കടയിൽ പോവാം. നല്ല നല്ല ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് അവിടെ. വാ മോനെ പോവാ. അതൊരു 4 കിലോ കെട്ടിക്കോളൂ. എന്നാ വേഗം വേണം കേട്ടോ. ഞാൻ എന്താണ് ഈ കാണുന്ന ഒരു ഏഞ്ചൽ വരുന്നുണ്ട്. അതിശയം തന്നെ. എല്ലാരും നോക്കൂ, ഏഞ്ചല് വരണു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അതിശയിക്കുന്നത്? ഞാൻ ദേവദൂതനാണ്. ദേവലോകത്തിൽ നിന്നും വരുന്നു. സ്വർഗത്തിലെ തമ്പുരാൻ നിങ്ങൾ ഏവരെയും സ്നേഹിക്കുന്നു. അദ്ദേഹം ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. എല്ലാവരും കള്ളവും ചതിവുമില്ലാതെ ജീവിക്കണമെന്ന്. എങ്കിൽ നിങ്ങളെല്ലാവരും സമ്പന്നരായി തീരുമെന്ന് അറിയിക്കുന്നു. അല്ല, ഇത് ആരാണത്? ഏലനായിരിക്കും. വരൂ, നമുക്ക് ശിവയെ അറിയിക്കാം. ശിവ, നീ ഇവിടെ എത്രയും പെട്ടെന്ന് വന്നാൽ നിനക്കൊരു അത്ഭുത കാഴ്ച കാണാം. നമ്മുടെ വേദനഗരത്തിലേക്ക് ഏഞ്ചൽ വന്നിരിക്കുന്നു. വേഗം വാ. സൈക്കിൾ ഓടിക്കുമ്പോ നീ എന്തിനാ പുറകെ നോക്കിയ മുമ്പോട്ട് നോക്കായിരുന്നില്ലേ? ശിവ, ശിവ, ഒന്ന് വേഗം വാ. ഞങ്ങളും നിന്നെ വിളിക്കാൻ വരികയായിരുന്നു. എന്തിനാ ധൃതി പിടിച്ചു വന്നേ? ഒരു ഫോൺ ചെയ്യായിരുന്നില്ലേ? ഓ, ഈ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. നിനക്കറിയോ, അവിടെ ഒരു ഏഞ്ചൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സമ്മാനം നൽകുവാൻ മുകളിലുള്ളവൻ എന്നെ നിയമിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷിക്കുവിൻ. നല്ലവരായ നിങ്ങൾക്കെല്ലാവർക്കും ഞാനിതാ സമ്മാനം നൽകുവാൻ പോകുന്നു. പറക്കുന്ന ദേവദൂതനോ? ഇയാൾ ഭയങ്കര കള്ളനാണെന്ന് തോന്നുന്നു. ആൾക്കാരെ പറ്റിക്കാനാണ് പരിപാടി. എന്താ സംഭവിക്കണേ? എന്റെ പരിധിയിൽ ഏഞ്ചലോ? ദേവദൂതൻ ഇപ്പൊ എവിടുന്നാ വരുന്നത്? ചോക്ലേറ്റ് കൊടുത്തതൊക്കെ കുട്ടികൾക്കായി. അപ്പോ വലിയ ആൾക്കാർക്കൊന്നും തരുന്നില്ലേ? ലഡു സിംഗ് സാറേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കൊറേ താ, ഇനിയും താ. ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. താ. മുകളിലുള്ളവന്റെ ഉത്തരവ് പ്രകാരം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പണം നൽകുവാനാകൂ. ദേവദൂത, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളുടെ അടുത്തുള്ള പണവും സ്വർണവും ഒക്കെ അവിടെ നിന്ന് ഇരട്ടിപ്പിച്ചാലും. അതെ, ഞങ്ങൾക്ക് കൂടുതലാക്കി തരൂ. എങ്കിൽ ശരി, ഞാൻ നിങ്ങളെ എല്ലാവരെയും സന്തുഷ്ടരാക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സ്വർണങ്ങളും വൈരങ്ങളും പണങ്ങളും അങ്ങനെ വേണ്ട എല്ലാ വസ്തുക്കളുമായിട്ട് നാളെ വരൂ. ഞാൻ നിങ്ങൾക്ക് അതൊക്കെ 1000 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു തരുന്നതായിരിക്കും. ദേവദൂതൻ വിജയിക്കട്ടെ! ദേവദൂതൻ വിജയിക്കട്ടെ! ദേവദൂതൻ വിജയിക്കട്ടെ! ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ ഇയാളുടെ പുറകെ പോയി നോക്കിയാലേ ശരിയാവും. ബോസേ, ഒരു ചെറുക്കൻ പിന്തുടർന്ന് വരുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഇവനത്ര നിസ്സാര കുട്ടിയല്ല. എന്തു തന്നെയായാലും ഇവന്റെ വിളവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. മുളയിൽ നുള്ളിയേ പറ്റൂ.
എന്തിനാണ് എന്റെ പുറകെ വരുന്നത് കുട്ടി? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പേരൊക്കെ കൊള്ളാം കേട്ടോ, പക്ഷേ നിന്റെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. ഇന്ന് മുതൽ നിന്റെ ഈ പേര് ആരും തന്നെ കേൾക്കില്ല. ബൈ ബൈ ശിവ. ശിവ, നാളെ വീണ്ടും ആ ദേവദൂതൻ വരും. എന്താ ചെയ്യേണ്ടെന്ന് വല്ല ആലോചിച്ചോ? ഞാനൊരു വലിയ കൊട്ടയായിട്ടാ പോവാൻ പോകുന്നത്. നിറയെ ചോക്ലേറ്റ് കിട്ടുമ്പോ എല്ലാം വാരി അതിൽ നിറയ്ക്കും. ഞാൻ എന്റെ മമ്മിയുടെ എല്ലാ സ്വർണങ്ങളും കൊണ്ടുവന്ന് ദേവദൂതന്റെ കയ്യിൽ കൊടുക്കുമ്പോ 1000 മടങ്ങ് വർദ്ധിപ്പിച്ച് ആ മമ്മിക്ക് കൊടുക്കുമ്പോ സന്തോഷാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഏഞ്ചലിനെ കാണുന്നത്. എന്തൊരു ഭംഗിയാണല്ലേ. അയാള് കള്ളനാണെന്ന് തോന്നുന്നു. ശരിക്കും അയാൾ കള്ളൻ തന്നെയാണ്. നാളെ അയാളെ ഞാൻ പിടിക്കും. ലഡു സിംഗിനോട് നാളെ റോപ്പ് ഗൺ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. റോപ്പ് ഗണ്ണോ? അതെന്തുവാ ശിവ? നാളെ കണ്ടോ മോനെ? കൂട്ടരെ, നമുക്കാകെ ഒരു മന്ത്രമേ ഉള്ളൂ. പണം പണം എന്ന മന്ത്രം ഉരുവിടൂ, മറ്റുള്ളവരുടെ മുതലുകൾ കരസ്ഥമാക്കൂ. നമ്മൾ ഈ വേദാനഗരത്തിലുള്ള എല്ലാവരുടെയും സ്വർണം, പണം, വെള്ളി എല്ലാം കരസ്ഥമാക്കണം. എന്നിട്ട് മുങ്ങണം. അതിനുശേഷം ആ പഴയ താവളത്തിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. എന്നാൽ ഇനി അടിച്ചു പൊളിക്കൂ. ഞാന് റെഡി. ഹായ് ശിവ. ദേവദൂതൻ വരുന്നുണ്ട്. ദേവദൂതൻ വരുന്നു. ദേവദൂത, ഞങ്ങളുടെ സ്വർണവും പണവും വൈരമൊക്കെ ഒന്ന് ഇരട്ടിപ്പിക്കൂ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, മുകളിലുള്ളവൻ നിങ്ങൾ എല്ലാവരിലും സന്തുഷ്ടനായിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ സ്വർണങ്ങളും വെള്ളികളും പണങ്ങളും അങ്ങനെ എല്ലാ സമ്പത്തുകളും 1000 മടങ്ങ് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1000 വർദ്ധിപ്പിച്ചാൽ പോരാ, 2000 മടങ്ങ് വർദ്ധിപ്പിച്ചു കൊടുക്കൂ എന്ന്. കാരണം വേദാനഗരത്തിലെ ജനങ്ങൾ വളരെ നല്ലവരാണത്രേ. ഓടി വന്ന് കേറേ.
എന്താടാ ചെയ്യുന്നത്? എന്നെ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നു. ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. ഹലോ മിസ്റ്റർ ദേവദൂതൻ, ഇപ്പൊ നിങ്ങളെ രഹസ്യങ്ങളെല്ലാം ഞാൻ ജനങ്ങളുടെ മുൻപിൽ പബ്ലിക് ആക്കും. കുട്ടി, നിന്നെ ഈ നാട്ടുകാരെ കൊണ്ട് തല്ലി ചതച്ചില്ലെങ്കിൽ എന്റെ പേര് ഹിതരാജ് എന്നല്ല. ഹീൽ സിംഗ്, എല്ലാം ഉടൻ തന്നെ തയ്യാറായിക്കൊള്ളൂ. ഈ നഗരത്തിലെ ശിവ എന്ന കുട്ടി എന്നെ വല്ലാതെ അപമാനിച്ചിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ. ശിവ ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കരുത് ദേവദൂത. എങ്കിൽ ചെല്ലു, ചെന്നവൻ അവസാനിപ്പിക്ക്. അവിടെ മുകളിൽ അവനെ കെട്ടിയിട്ടിട്ടുണ്ട്. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അവൻ അവസാനിച്ചില്ലെങ്കിൽ ഈ നഗരം മുഴുവൻ തീഗോളങ്ങളിട്ട് ഞാൻ കത്തിച്ച് ചാമ്പലാക്കി കളയും. അല്ല, ഇതെന്താ സംഭവിച്ച? ദേവദൂതന് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട്. ഇതൊക്കെ ശിവ കാരണം ഉണ്ടായതെന്ന്. ശിവയെ അവസാനിപ്പിക്കൂ, ശിവയെ ഇല്ലാതാക്കൂ. ശിവ ആള് ശരിയല്ലാതെ. ശിവയെ അടിക്കൂ, ശിവ ആള് ശരിയല്ല. ശിവയെ ഇല്ലാതാക്കൂ, അവനെ ഇല്ലാതാക്കണം. വേഗം പോയി അടിക്കൂ. വേഗം പോയി അടിക്കൂ. താങ്ക്സ് ഫ്രണ്ട്സ്. ശിവ, എത്രയും പെട്ടെന്ന് ഓടിക്കോ. ജനങ്ങളെല്ലാം നിന്നെ തല്ലാൻ വരികയാണ്. ബോസേ, ശിവ ഇവിടുന്ന് രക്ഷപ്പെട്ടു. വളരെ നന്നായി ശിവ, നീ ഞങ്ങളെല്ലാരെയും ഇങ്ങോട്ട് വരുത്തിയത്. ഇനി ഏതായാലും അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ലഡു സിംഗ് സാറേ, ഈ തീയുണ്ടകൾ എവിടെ നിന്നാണോ വരുന്നത് അവിടെയായിരിക്കും അവരുടെ താവളം. എത്രയും പെട്ടെന്ന് ചെന്ന് അവരെ പിടിക്കാൻ നമുക്ക്. വളരെ ശരിയാ ശിവ. നമുക്കാകെ ഒരു മന്ത്രമേ ഉള്ളൂ. പണം പണം എന്ന മന്ത്രം ഉരുവിടൂ. മറ്റുള്ളവരുടെ മുതലുകൾ കരസ്ഥമാക്കൂ. അത് ശരി. മേടാറാം, നീ കുട്ടികളെ ശ്രദ്ധിച്ചോളാം. ഞാനും ശിവ ഇപ്പൊ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്നോളാം. എടാ ഗുണ്ടകളെ, യു ഓൾ ആർ അണ്ടർ അറസ്റ്റ്. എവിടെയാണ് നിങ്ങളുടെ ഗുണ്ട നേതാവ് ഹിതരാജ്? അദ്ദേഹത്തിന്റെ എല്ലാ കള്ളക്കളികളും അവസാനിച്ചിരിക്കുന്നു പറയൂ. ആ പന്നക്കുട്ടി വീണ്ടും വന്നോ? വേണ്ട, ശിവേനെ കുട്ടി എന്ന് വിളിക്കരുത്. രക്ഷിക്കണേ ശിവ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കേ. ഓ
ആ കുട്ടിയെ വെറുതെ വിടരുത്. പൊട്ട കൊണ്ട് എറിയരുത്, എറിയരുത്. ശരി, മുട്ട ഞാൻ എറിയുന്നില്ല. ചിഞ്ഞ് തക്കാളി വേണമെങ്കിൽ എറിയാം. എന്താ മതി, ഉരുണ്ട് വന്നത് തൽക്കാലം നിർത്തിക്കോ. എന്നിട്ട് ജയിലിലേക്ക് പോയി അവിടെ ചെന്ന് ഉരുണ്ട് വിഴാം, ചാടാം, എന്ത് വേണം ചെയ്യാം. നോക്ക്, ഡൂറേന്ന് വരുന്നുണ്ട്. ദേവദൂതൻ നമ്മളോട് ക്ഷമിച്ചിരിക്കുന്നു. അദ്ദേഹം നമ്മളുടെ സ്വർണങ്ങളും വെള്ളികളും ഇപ്പോൾ 2000 മടങ്ങ് വർദ്ധിപ്പിച്ചു തരും. രക്ഷകനെ, സുഹൃത്തുക്കളെ, ദേവദൂതൻ ഇപ്പൊ ജയിലിലാണ്. ഇത് ഞാനാണ് ലഡ്ഡു സിംഗ്, അറിയാലോ. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ദേവദൂതനും വരാൻ ധൈര്യം ഉണ്ടാവില്ല. എന്താ കാരണം? ഏത് ഡ്യൂപ്ലിക്കേറ്റ് ദേവദൂതൻ വന്നാലും അതിനെ പിടിക്കാനുള്ള ചുമതല നമ്മുടെ ശിവയാണ്. അതേന്നെ, 3 cheers to Shiva. Hip hip hooray! Hip hip hooray! Hip hip hooray! Come on! പക്ഷെ ശിവ എവിടെ പോയി? ായിരുന്നു. ഇതുപോലത്തെ കള്ളന്മാരുടെ അടുത്തുനിന്ന് നമ്മൾ എപ്പോഴും സുരക്ഷിതരായിരിക്കണം, അറിയാമോ? വളരെ ശരിയാണ് ശിവ.
കൊല്ലേ.